പടം എല്ലാവരും കണ്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് വരുന്നത്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരം പറയാം. ആക്ച്വലി നമ്മൾ ഭയങ്കര ഒരു ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ടേഴ്സ് വൈസിക്കലും. കാര്യം ഒരു മുറിയിനകത്ത് കൂടുതൽ പരിപാടികൾ നടക്കുന്നു. സോറി, ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഈ ഒരു ഡ്രാമ എങ്ങനെ വരും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്ക്സ് ടു അവർ DOP, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും അത്രയും നമ്മളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ അത്രയും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പരിപാടികൾ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ തിയേറ്റർ വിസിറ്റൊക്കെ പോകുമ്പോൾ പടം പ്രശ്നമാണെങ്കിൽ പോകാനൊരു പേടിയുണ്ടാവും. പക്ഷേ ഈ പടത്തിന് ആ ഒരു പേടിക്കേണ്ടി വന്നില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കിട്ടിയത്. സോ വെരി ഹാപ്പി. ഇനിയും ഒരുപാട് പേരിലേക്ക് പടം എത്താനുണ്ട്. എന്തായാലും എത്തിയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നല്ല റെസ്പോൺസാണ് കണ്ടവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളൊന്നും കൂടി എത്താത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്തിട്ട് OTT വന്നായിരുന്നു നല്ല പടമായിരുന്നു മെസ്സേജും കമൻറ്റും കുറേ വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം പടം കാണാൻ എന്നാൽ മാത്രമേ പ്രൊഡ്യൂസറിന് നല്ലത് നല്ല കാര്യമുള്ളൂ. അപ്പോൾ കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ്. കാരണം അനമോർഫിക് ലെൻസിൽ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ക്രിയേറ്റേഴ്സാണ് സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്യാണ്ട് പോയി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം നമ്മൾക്ക് ആക്ച്വലി ഞാനും അച്ചുവും ഒരു പടത്തിൻ്റെ സുഹൃത്തി വളർന്നൊരു പടത്തിൻ്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഒബ്വിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ അന്ന് ഓടി കിടന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സും പരിപാടികളും പിടിക്കണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വേണ്ടി വന്നത്, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവരെന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം. OTTയിൽ വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് കാര്യമുണ്ട്, പ്രൊഡ്യൂസറിന് വലിയ കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് റെഡ് നമുക്ക് ഇങ്ങനെ ബുക്ക് ബൈ ഷോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ദിവസം റെഡ് പോട്ടെ.